ഇല പറിച്ചെടുക്കുമ്പോൾ സൂക്ഷിക്കണം. ഇതിൻ്റെ ഈ പാലില്ലേ, ഈ കറ, അപ്പോൾ അത് കണ്ണിലാകാനോ ഒരു തുള്ളി ചാടിയാൽ കണ്ണിൻ്റെ കാഴ്ച പോകും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ കൈകാര്യം ചെയ്യാൻ. ഇപ്പോൾ ഗുണമുള്ള പോലെ തന്നെ ദൂഷ്യമുണ്ട്. ചേട്ടാ, ഇതെന്നാ സംഭവം എന്നറിയോ? ഇതായിരിക്കല്ലേ? ഇരിക്കാണ്. ഇതിന്റെ ഗുണഗണങ്ങൾ എന്നാന്നറിയോ? ഇത് വേദന സംഹാരിയാ. അപ്പം വാദസംബന്ധമായിട്ട് ഉണ്ടാകുന്ന വേദനയ്ക്കെല്ലാം വളരെ ഉത്തമമായ ഒരു ഔഷധ. എങ്ങനെ പ്രയോഗിക്കും? ഇതിന്റെ ഇല പറിച്ച് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ആ വെള്ളം ദേഹത്തൊഴിച്ച് കുളിക്കുക. അല്ലെങ്കിൽ ഈ ഇല ഇങ്ങനെ ഒരെണ്ണം പറിച്ചെടുത്ത് വേദനയുള്ള ഭാഗത്ത് കുഴമ്പൊക്കെ തൂത്തേച്ച് ചൂടാക്കി ഈ ഇലയിൽ ഇച്ചിരി കുഴമ്പ് വരട്ടേച്ച് ഇങ്ങനെ പിടിച്ചാൽ മതി, ആവി പിടിച്ചാൽ മതി. അപ്പൊ വേദന എല്ലാം മാറി കിട്ടും. ഈ നീർക്കോളൊക്കെ നീർക്കോള് വലിയ. അപ്പൊ ഇങ്ങനെ ആവി പിടിക്കുക. പക്ഷെ ഇതിലൊരു ദൂഷ്യമുണ്ട്, അതറിയോ? ഇതിന്റെ ഈ പാല് ഈ പാലുണ്ടല്ലോ, ഇത് കണ്ണിലാങ്ങാനും പോയാൽ കണ്ണിന്റെ കാഴ്ച പോകും. ഗുണമുള്ള പോലെ തന്നെ ദൂഷ്യമുണ്ട്. അതുപോലെ തന്നെ ഗുണമുള്ളവനാണ് എരിക്ക്. അതായത് വേദന സംഹാരിയ ഔഷധ സസ്യം വേദന സംഹാരി എന്ന് പറഞ്ഞ സംഭവമാണ്. ആയുർവേദത്തിലെ വേദന സംഹാരിയാണ് എരിക്കെന്ന് പറഞ്ഞ സംഭവം. ഇതിന് എന്തേരം ഗുണമുണ്ടോ അതുപോലെ തന്നെ ദൂഷ്യമുണ്ട്. ഇത് നമ്മള് ഈ വീട്ടുമുറ്റത്തൊക്കെ നടുന്നത് അബദ്ധമല്ലേ? അബദ്ധമാണോ വെച്ചാൽ അബദ്ധം. പറമ്പിന്റെ എവിടെയെങ്കിലും കോണില് നട്ടുവെക്കുക ഒരെണ്ണം അത്യാവശ്യമാണ്. അല്ല, അങ്ങനെയല്ല. ഇതിപ്പോ ഒരു കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവര് വന്ന് ഇത് ഒടിച്ചു കഴിഞ്ഞാൽ അപകട സാധ്യത ഉണ്ട്. അതാണ് പറഞ്ഞത്. ഉപകാരമുള്ള പോലെ തന്നെ ഗുണമുള്ള പോലെ തന്നെ ദൂഷ്യമുണ്ട്. അതുകൊണ്ട് ഇത് വീട്ടിനോട് ചേർന്ന് നടന്നത് അത്ര ഉത്തമമല്ല. പിള്ളേരാരും എത്താത്ത രീതിയിൽ ഒരു തൊടിയിൽ എവിടെയെങ്കിലും ഒരെണ്ണം ഉണ്ടായിരിക്കണം. ഒരു മൂലയ്ക്ക് ഒരു വീട്ടിലൊരെണ്ണം ഉള്ളത് നല്ലതല്ലേ? നമ്മൾ ഈ പേയ്പാൻ തേക്കാനൊന്നും പോകണ്ട. ചൂടുവെള്ളം അതിനകത്തിട്ട് തിളപ്പിച്ച് ഇതിന്റെ ആവി കൊള്ളുക. ജൈവമല്ല സാധനമേ, ആയുർവേദത്തിലെ ജൈവ വേദന സംഹാരിയാണ്. ഈ നീരൊക്കെ വലിക്കും അല്ലേ? നീര് വലിക്കും. വേദന ഉണ്ടാകുമ്പോൾ ചെറിയ നീർക്കോൾ ഉണ്ടാവും. ആ നീർക്കോൾ വലിപ്പിച്ച് കളയുന്ന സാധനമാണ്. അതാണ് അതിന്റെ തത്വം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.